അപ്പം നമുക്കിതിനായിട്ട് കുട്ടി ഡ്രസ്സ് അടിച്ചാലോ? 2 ഡ്രസ്സ് ഒരേ കുട്ടിക്കാണ്. ഒന്നൊരു മിഡിയും ടോപ്പും അതേപോലെ തന്നെ ഒന്നൊരു ഉടുപ്പുമാണ്. ഈ ഒരു ഓർഡർ ഞങ്ങൾക്ക് വന്ന അലൈനിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് അടിച്ചിട്ട് അലൈനിലേക്കല്ല, പകരം അവരൊരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂർ, അവിടേക്കാണ് കേട്ടോ ഈ ഒരു കസ്റ്റമർ ഈ ഒരു ഡ്രസ്സ് അയച്ചെടുക്കാൻ പറഞ്ഞത്. അതുപോലെ ഈ ഒരു ഡ്രസ്സ് അടിക്കാനുള്ള മോഡൽ കസ്റ്റമർ അയച്ചു തന്നിരുന്നു കേട്ടോ. ഉടുപ്പിന് ഈ ഒരു മോഡലും അതേപോലെ തന്നെ സ്കേർട്ടിനും ടോപ്പിനും ഈ ഒരു മോഡലാണ് അവർ അയച്ചു തന്നത്. അപ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ട് ഞാൻ ആദ്യം അടിക്കാൻ പോകുന്നത് ഫ്രോക്കാണ്. ഫ്രോക്കിന് ഞാൻ ഏറെക്കുറെ സെയിം ആയിട്ടുള്ള ഈ ഒരു ലാവൻഡർ കളറാണ് എടുത്തത്. അതിൽ ഞാൻ ആദ്യം അടിക്കുന്നത് ഫ്രോക്കിൻ്റെ മേലെ വരുന്ന ഫ്രില്ലാണ്. ഈ ഒരു ഫ്രില്ല് അടിച്ച് തീർത്തതിന് ശേഷം ഞാൻ താഴെ വരുന്ന ഫ്രില്ല് അടിക്കുന്നുണ്ട്. മേലെ വന്ന ഫ്രില്ലിൻ്റെ ഇരട്ടി തുണി എടുത്തിട്ട് വേണം താഴെ നമ്മൾ ഫ്രില്ലിടാൻ. എന്നാലും നമുക്ക് ആ ഒരു ഫ്രില്ല് ഒരു മാച്ചിങ് ആയിട്ട് ഏകദേശം നല്ല വൃത്തിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ 2 ഫ്രില്ലും കൂടി അറ്റാച്ച് ചെയ്തപ്പോൾ ഒന്നൊരു ഔട്ട്കം ആയിരുന്നു ഇത്. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ചെയ്തൊരു ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ തന്നെ ഞാൻ ഏകദേശം ഇതിൻ്റെ പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കുന്ന സമയം രാത്രിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ ഉള്ള ഒരു ഔട്ട്കം ആയിരുന്നു ഇത്. ഇനി ഇതിൽ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. ഇനി ഞാൻ സ്കേർട്ടും ടോപ്പോട്ടോ അടിക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിനും ടോപ്പിനും അവർ ആ ഒരു ഫോട്ടോയിൽ കണ്ട ബ്ലൂ വേണ്ട, പകരം ഒരു പിങ്ക് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള പിങ്ക് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ഒരു സ്കേർട്ട് 2 തട്ടായത് കൊണ്ട് തന്നെ ഈ ഒരു 2 തട്ടിനുള്ള ഞൊറി ഞാൻ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നെ അതേപോലെ ടോപ്പ് ഞാൻ ചെയ്തു. ടോപ്പിൻ്റെ താഴെ അതേപോലെ ആ ഒരു വർക്കിൽ കുറേ മുത്തുകൾ പഞ്ച് ചെയ്തായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതേപോലെ തന്നെ ഒരു വൈറ്റ് മുത്ത് ഉപയോഗിച്ചിട്ട് അവിടെ പഞ്ച് ചെയ്ത് കൊടുത്തു. സംഭവം ഇതൊന്നും ചെയ്യണമെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എനിക്കിനി ടൈം കിട്ടുന്നൊക്കെ പോലെ ഞാൻ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടണ്ടേ. അങ്ങനെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ഒരു ഔട്ട്കം ഇതായിരുന്നേ. ഇനി ഈ ഒരു ടോപ്പിന് ഞാൻ ഇതേപോലെ തന്നെ ബാക്കിലൊരു ബോയും കൂടെ വെച്ച് കൊടുത്തേന്ന്. ഈ ഒരു ബോ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ കുളത്ത് വെച്ചിട്ടാണ് വെച്ചത്. വേണമെങ്കിൽ ആ ഒരു ബോ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ബോ അവിടെ ഫിറ്റ് ചെയ്യാന്നുള്ള തരത്തിൽ ബോയും വെച്ച് കൊടുത്തേന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ 2 കൈയിനും ഒരു ബോ വെച്ചിട്ടുള്ള ആ ഒരു വർക്ക് ആ ഒരു ഫോട്ടോയിലുള്ള പോലെ തന്നെ അങ്ങനെ ചെയ്തേന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ ബോയും കൂടി ചെയ്ത് കൊടുത്തേന്നു കേട്ടോ. പിന്നെ ഫ്രോക്കിൻ്റെ ബാക്കി പണിയും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്കം ഇതായിരുന്നേ. ബാക്കി പഞ്ചിങ് കൂടി കഴിഞ്ഞ് അതേപോലെ തന്നെ സൈഡിലൊരു ചെറിയ ബോ കൈൻ്റെ അവിടെയായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ബാക്കിലൊരു ബോ വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ ഒരു ഹെയർ ബോ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ ഫ്രോക്കിൻ്റെ പണിയും കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവിടെ പോയിട്ട് ഈ കസ്റ്റമർ കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു റിസൾട്ട് അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അവർക്ക് സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആ റോസ് സ്കേർട്ടിൻ്റെ ടോപ്പ് ചെറുതായിട്ടൊന്ന് ടൈറ്റായി എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ 2ൻ്റെ മെഷർമെൻറ്റ് ഒരേപോലെയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു പ്രശ്നം ചെറുതായിട്ടൊരു വണ്ണം കൂട്ടിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ ഓവറോൾ ആ ഒരു ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്.